Ladies and gentlemen, this is Adarsh and welcome to my Ganadi. സോ നമ്മൾ ഇന്ന് ഒരു മലയാളം സിനിമയെ പറ്റിയാണ് സംസാരിക്കാൻ പോണത്. മലയാളത്തിൽ നിന്ന് ഒരു പീക്ക് കോമാളിപ്പടം ശുക്രൻ സൺനെക്സ്റ്റിലാണ് സ്ട്രീം ചെയ്യുന്നത്. ശുക്രൻ ആയിരുന്നില്ല, ശനി എന്നായിരുന്നു ഈ സിനിമയ്ക്ക് കൊടുക്കേണ്ട ടൈറ്റില്. പടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും ശനി. ഫ്രം ദ ഡയറക്ടർ ഓഫ് റാഹേൽ മകൻ കോര. വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. ബാഹുബലിയോ അവതാറോ അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കണ്ടത്. സ്റ്റിൽ കോമാളി സൂപ്പർ മാർക്കറ്റ്. പരസ്പരം മത്സരിക്കുകയായിരുന്നു ആരാണ് ഏറ്റവും വലിയ കോമാളി എന്ന്. ആൻഡ് ആ മത്സരത്തിൽ ബിബിൻ ജോർജ് വിജയിച്ചിരിക്കുന്നു. വൺ സ്റ്റാർ കാസ്റ്റ് ഉള്ള പടം. ബിബിൻ ജോർജ് ഉണ്ട്, ചന്തുനാഥ് ഉണ്ട്, കോട്ടയം നസീർ ഉണ്ട്, ഷൈൻ ടോം ചാക്കോ ഉണ്ട്, അവസാനം ഒരു ഒണ്ടയില്ല. സോ യൂഷ്വലി മനോരമ മാക്സിനെയാണ് ഈ മറ്റേ ആർക്കും വേണ്ടാത്ത ചവറുകൾ കൂട്ടാനുള്ള മൂല എന്ന് പറയാം. ആ അവാർഡ് ഇപ്പൊ സൺനെക്സ്റ്റിന് കൊടുത്തിരിക്കുകയാണ്. എല്ലാ അപരാധങ്ങളും അവർ പെറുക്കി എടുക്കുന്നുണ്ട്. അതിലൊന്നാണ് ശനി. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചിരിക്കുന്നത് ബിബിൻ ജോർജ് ആണ്. ചാർലി 144 ഒക്കെ ഭേദം. യൂഷ്വലി നടിമാര് ക്യൂട്ട്നെസ് മെഴുകണത് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ആക്ടർ ഇങ്ങനെ ക്യൂട്ട്നെസ് മെഴുകണത് കാണുന്നത്. ആൻഡ് ചന്തുനാഥ് ഇതില് ബിബിൻ ജോർജിന്റെ വാലായിട്ട്. ചന്തുനാഥിന്റെ മാർക്കറ്റ് അത്ര ഇടിഞ്ഞോ അല്ല അറിയാൻ ചോദിക്കുകയാണ്. മലയാളത്തില് ഇപ്പൊ കുറെ പേര് പല യൂത്ത് ആക്ടേഴ്സിനെയും തലയെ കൊണ്ടേ വെച്ച് നടക്കുന്നുണ്ട്. അവരെക്കാളും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറാണ് ചന്തുനാഥ്. ആൻഡ് ഈ സിനിമ കാണാൻ മെയിൻ റീസൺ എനിക്ക് വന്നത് ചന്തുനാഥ് ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിലൊന്നും ഞാൻ ഈ കോമാളി പടം കാണില്ല. അണ്ണ നിങ്ങൾ ഇത്ര അധപ്പതിച്ചു പോയ അണ്ണ. ഇതില് ചന്തുനാഥ് വരെ കോമാളി. അത്രയ്ക്ക് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറാണ്. കിഡു ലുക്കാണ്. ഹി ക്യാൻ ബി എ ഹീറോ, ഹി ക്യാൻ ബി എ വില്ലൻ. സ്റ്റിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇങ്ങനത്തെ അപരാധങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോ. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ബിബിൻ ജോർജിന്റെ കുട്ടിക്കാലമാണ് കാണിക്കുന്നത്. ആ പയ്യനെ കണ്ട അപ്പ അറിയത് ബിബിൻ ജോർജ് ആണെന്ന്. മുടിയൊക്കെ ചുരുട്ടി കൊടുത്തിട്ടുണ്ട് ബിബിൻ ജോർജ് ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ആ പയ്യൻ വരെ വെറുപ്പിക്കലായിരുന്നു. ഒരു കൊച്ചിനെ കാണുന്നു, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഈ ലാബ് ബിസ്ക്കറ്റ് കണ്ട പോലെ ഒലിപ്പിക്കുകയാണ് ഇങ്ങനെ. 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന പിള്ളേരാണ്. ഒരു ഹീറോ പേനെ കാണാനില്ല പറഞ്ഞിട്ട് CBIയുടെ റെയ്ഡ്. ഇതെന്താ പല സ്വർണ്ണമാല മോഷണം പോയോ? ഓ എജാതി റെയ്ഡ്. പിന്നീട് അങ്ങോട്ട് ബിബിൻ ജോർജ് വരുന്നു. കൂട്ട്നസ് മെഴുകൽ പറഞ്ഞ വാരി എറിയലാണ്. ആൻഡ് ആളുടെ ചില ഡയലോഗ്സ് ഉണ്ട്. തങ്കക്കുടം, തക്കുടു, ഡാർക്ക് ഫാന്റസി അടിക്കല്ലേ, ഓറിയ ബിസ്ക്കറ്റ് അടിക്കല്ലേ. അത് അതിലേറെ വെറുപ്പിക്കലായിരുന്നു. ആൻഡ് ഈ സിനിമയിൽ കുറച്ച് മര്യാദയ്ക്ക് അഭിനയിച്ചിട്ടുള്ളത് കോട്ടയം നസീറാണ്. അതുകൊണ്ട് എന്താണ് ഇവർക്ക് കോമാളികളെ വേണ്ടുള്ളൂ. അതുകൊണ്ട് അണ്ണനെ പിടിച്ച് ഭിത്തി കയറ്റി വിട്ടു. സെക്കൻഡ് ഹാഫില് പടം ജോണർ മാറി ത്രില്ലർ ആവുന്നുണ്ട്. അവസാനം നമ്മുടെ കുട്ടി അഖിലൊക്കെ വരുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവസാനം സേതുരാമയ്യർ CBI പോലെ നമ്മുടെ ഷൈൻ ടോം ചാക്കോ വരുന്നുണ്ട്. അണ്ണൻ വീണ്ടും പഴയ ലെവൽ തന്നെ. ഇപ്പൊ ഈ സൂത്രവാക്യം പറഞ്ഞ പടത്തിലൊക്കെ അണ്ണൻ റീഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇങ്ങേര് നന്നായി. അഗെയിൻ ശങ്കരൻ ഓൺ ദ കാക്കനട്ട് ട്രീ. ആള് പേഴ്സണൽ ലൈഫിൽ എങ്ങനെ ആയിക്കോട്ടെ, നോ ബഡി ഫ്രീക്കിംഗ് കെയർസ്. അതൊക്കെ ആളുടെ ഇഷ്ടമാണ്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇങ്ങനെ കോമാളിത്തരം കാണിക്കുമ്പോൾ ഡയലോഗ് മനസ്സിലാവണില്ലേ രാമൻകുട്ടി? സബ് ടൈറ്റിൽ വേണം. പാറപ്പുറത്തിട്ട് ചിരട്ടൊരക്കിന പോലെ ഇങ്ങനെ കുറെ എണ്ണം പറഞ്ഞാൽ എന്ത് മനസ്സിലാവുന്നു? ഒരു പെങ്കൊച്ചിന്റെ പിന്നാലെ നടക്കണ 3 കോമാളികളുടെ കഥയാണ് ശനി. റാഹേൽ മകൻ കോരയിൽ ആകെ ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നത് മെറിന്റെ പെർഫോമൻസ്. ദാറ്റ് വാസ് വെരി നൈസ്. എന്നാൽ ഇതിലൊരു കൊച്ചുണ്ട്. ആ കൊച്ച് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ. മാലാപാർവതി ഉണ്ട്. മാലാപാർവതി ഇതിൽ ഫ്രീക്കാണ്. യൂഷ്വലി ദുഃഖിതയായ വനിതയുടെ ഗ്ലോബൽ റെപ്രസെന്റേഷൻ ആയിരിക്കും. ഇതിൽ ഫ്രീക്കാണ്. പജേറോ ഒക്കെ ഓടിച്ചിട്ട് മാസാണ്. എവിടെ ആരെ കണ്ടാലും ഏത് പെണ്ണിനെ കണ്ടാലും ഒരു കോലില് സാരി ചുറ്റി ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാൽ മതി. മകനെ കെട്ടിച്ചു തരുമോ. ഞാൻ ചന്തുനാഥ് എന്നൊക്കെ കുറച്ച് നല്ല റോൾസ് ഒക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഫിനിക്സ് അല്ലേ ഈ അജു വർഗീസ് ഒക്കെ ഉള്ള ഒരു ഹൊറർ പടം. അത് കഴിഞ്ഞപ്പോ ഐ തോട്ട് ഹി വിൽ ബി ഗെറ്റിംഗ് സം വെരി നൈസ് റോൾസ്. പക്ഷെ അണ്ണന് ഒരു തേങ്ങയും കിട്ടുന്നില്ല. ആൻഡ് അണ്ണൻ അവസാനം പോയി അഭിനയിക്കുന്ന ഇജാതി പെട്ട തേങ്ങയിലൊക്കെയാണ്. ഐ നോ ഐ എം ഗെറ്റിംഗ് ലിറ്റിൽ ബിറ്റ് ഡിസ്റെസ്പെക്ട്ഫുൾ. അതിന് കുറെ പേര് എന്റെ അടുത്ത് പറയുന്നുണ്ട് കുറച്ച് ഡിസ്റെസ്പെക്ട് കമ്മിയാക്കിക്കൂടെ. എന്തിനു കമ്മിയാക്കണം? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എവ്രി വൺ ഈസ് ഗെറ്റിംഗ് പെയ്ഡ്. ഈ സിനിമ തന്നെ OTT പ്ലാറ്റ്ഫോം എടുത്തുകൊണ്ട് പ്രൊഡ്യൂസർക്ക് വലിയ നഷ്ടം ഉണ്ടാവില്ല. എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ട്. പൈസയും സമയം പോണത് സാധാരണക്കാർക്കാണ്.
ആൻഡ് റെസ്പെക്ട് ഈസ് സംതിങ് ദാറ്റ് ഷുഡ് ബി ഏൺഡ്. അല്ലാതെ ഫോഴ്സ് ചെയ്തിട്ട് റെസ്പെക്ട് വഴി പോണവനെന്നും റെസ്പെക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇങ്ങനെ നല്ല പടം കൊടുത്താൽ ഞാൻ ഉറപ്പായിട്ട് ഈ അഭിപ്രായം മാറ്റി പറയും. അതുവരെ കോമാളിപ്പടം. വേണ്ടവര് കണ്ടു നോക്കുക. ശരി, ഈ സ്ട്രീമിംഗ് ഓൺ.